കൂട്ടുകാരെ, നമുക്ക് രണ്ടുപേരും പാട്ട് പാടണ്ടായോ? എനിക്ക് പാടാനൊന്നും അറിയത്തില്ല കേട്ടോ. എനിക്ക് പഴയ പാട്ടുകളൊക്കെ എന്ന് വെച്ചാൽ നേരത്തെ പാട്ടൊക്കെ രണ്ടുപേരെയൊക്കെ മനസ്സിൽ കാണും, എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണും. അല്ലാതെ പുതിയ പാട്ട് ഒരേ വരിയൊക്കെ അതും അറിയാം. നല്ലപോലെ പാടാനും കൊടുക്കാനൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്നാലും ഞാനൊന്ന് പാടി നോക്കാം കേട്ടോ. ആരും ഒന്നും പറയരുത് കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനാണെങ്കിൽ, എനിക്ക് നേരത്തെ എൻ്റെ ഒരു ഫോട്ടോ പോലും സ്വന്തമായിട്ട് എടുക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു ഫോണിൽ. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ മോളാണ് ഫോട്ടോ എടുത്തിട്ട് അവിടെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഫോണിലോട്ട് ഇട്ടുമായിരുന്നു. അതുപോലെ തന്നെ വീഡിയോ പിടിക്കാനും എനിക്കറിയത്തില്ലായിരുന്നു. ഓരോരുത്തരൊക്കെ വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ ഞാൻ ആലോചിക്കുവേ, ഇതെങ്ങനെ ഈ വീഡിയോ പിടിക്കുന്നത് എന്നുള്ള ഒരു അതിശയമായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു, ഒരു കുന്തവും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഇപ്പം എല്ലാം അറിയാം കേട്ടോ. ഇപ്പം കുറച്ച് ഇങ്ങനെ പഠിച്ചു വരും. എല്ലാവരും ഇങ്ങനല്ലേ പഠിച്ചല്ലേ വരുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് പാടി നോക്കാം രണ്ടുപേരും പാട്ട്. ആരും ഒന്നും പറയരുതും കേട്ടോ. ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈങ്കിളി, എൻ്റെ ബാലഗോപാലനെ എണ്ണ തേച്ചിടുന്നും പാടടി, വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരിച്ചോമല അയ്യയ്യ, എൻ്റെ വാരിപ്പളങ്കിനും താഴത്തും മുട്ടാതെ പോയടി, ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈങ്കിളി, എൻ്റെ ബാലഗോപാലനെ എണ്ണ തേച്ചിടുന്നും പാടടി, വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരിച്ചോമല അയ്യയ്യ, എൻ്റെ വാരിപ്പളങ്കിനും താഴത്തും മുട്ടാതെ പോയടി. ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ കേട്ടോ. എനിക്ക് കൂടുതൽ അങ്ങോട്ട് പോയാൽ വേറെ വല്ല വരിയൊക്കെ എടുത്ത് പാടും. പിന്നെ നിങ്ങൾ തലയും കുത്തിക്കിടന്ന് ചിരിക്കും കേട്ടോ. ഇത് കേട്ടാലും നിങ്ങൾ ചിരിക്കും. നിങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിച്ചിടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാൽ നിങ്ങൾ ചിരിക്കുമല്ലോ. നിങ്ങൾക്കൊക്കെ വിഷമം വരുമ്പോൾ ഇതൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടാൽ മതി കേട്ടോ. കൊള്ളത്തില്ലെന്നും. എന്നാൽ ശരി, എന്നാ ടാറ്റാ.